അടിപൊളി പടം, എനിക്ക് ഇഷ്ടപ്പെട്ടു. 4 ജനറേഷനിലെ 4 പ്രണയങ്ങൾ. നല്ല പടം. ഹൈ ഫ്രണ്ട്സ്, അപ്പോൾ ഓണം റിലീസുകൾക്ക് ടിക്കറ്റ് കിട്ടാതിരിക്കുമ്പോൾ ഒരു റൊമാൻറ്റിക് ഫാമിലി എൻ്റർടൈനർ മൂവിയുടെ റിലീസിന് എത്താണ് ബിജു മേനൻ്റെ കഥ ഇന്ന് വരെ. അപ്പോൾ എന്തായാലും പടം കണ്ടിറങ്ങിയ ഓഡിയൻസിനോട് എങ്ങനെ ഉണ്ടായിരുന്നു അഭിപ്രായം എന്ന് ചോദിച്ചു നോക്കാം. നിങ്ങൾ ഈ ഒരു സിനിമ കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉണ്ടെന്ന് കമൻറ്റ് ചെയ്യുക. നേരെ കഥ ഇന്ന് വരെ റിവ്യൂലേക്ക്. ടോട്ടലി സ്റ്റോറി എങ്ങനെയുണ്ട്? സ്റ്റോറി ഒരു അത്യാവശ്യം ഓണമല്ലേ, എല്ലാവരും കാണാൻ പറ്റിയ സിനിമയാണ്. എടുത്തു പറയാൻ എങ്ങനെയുണ്ട്? കുറെ റൊമാൻറ്റിക് ഇത് കണ്ടതിൽ റൊമാൻറ്റിക് ആണ് വ്യത്യസ്ത തലത്തിലൂടെ ഒരു കഥ കൊണ്ടുപോയിരിക്കുന്നത്, അത്രേ ഉള്ളൂ. ബിജു മേനനൊക്കെ എങ്ങനെയുണ്ട്? ബിജു മേനോൻ നല്ല കഥാപാത്രമാണ്. നമ്മൾ നോർമലി കണ്ടുവരുന്ന റൊമാൻറ്റിക് മൂവി എന്താണ്? 4 ജനറേഷനിലെ 4 പ്രണയങ്ങൾ. ഫാമിലി മൂവിയാണ്. ഇമോഷണൽ കണക്ഷൻ ഒക്കെ കണക്ഷൻ ഉണ്ട് നമുക്ക്, ചില വലുതായിട്ടൊന്നല്ല ഉണ്ട്. അപ്പൊ ഈ ഒരു കുറെ സിനിമകളൊക്കെ ഓണത്തിന് ഇറങ്ങിയ സിനിമകളോട് ഈ ഒരു സിനിമയോട് പിടിച്ചു നിൽക്കുമോ എന്നുള്ളൊരു ഡൗട്ടുണ്ട്. എന്നാലും ഫാമിലി മൂവിയാണ്. ഫീൽ ഗുഡ് ആണ്. മേക്കിംഗ് ഒന്നുമില്ല, ഒരു സാധാരണ നോർമൽ ഒരു ഫാമിലി മൂവി. പക്ഷെ 4 പ്രണയങ്ങൾ പറയുന്നു. കൊള്ളാം. ബിജു മേനോനാണ് മെയിൻ, അതാണ് ലീഡ് കഥാപാത്രം. ഫാമിലി ആയിട്ട് കുഴപ്പമില്ല, എല്ലാവർക്കും ഫീൽ ആവും, എനിക്ക് ഇഷ്ടപ്പെട്ടു. എല്ലാവർക്കും ഫാമിലി ഒക്കെ ആയിട്ട് കാണാം. നല്ല പടം. സ്റ്റോറി ഒക്കെ എങ്ങനെയുണ്ട്? നല്ല സ്റ്റോറിയാണ്. റൊമാൻറ്റിക് ആണ്. കുഴപ്പമില്ല, നല്ല പടമാണ്. എടുത്തു പറയാനായിട്ട് കൊള്ളാം, നല്ല പടമാണ്, നല്ല മേക്കിംഗ് ആണ്. ഓക്കെ, ഒരു സിമ്പിൾ സ്റ്റോറി എങ്ങനെയല്ല റൊമാൻറ്റിക് ട്രാക്ക് ഒക്കെ വന്നപ്പോൾ നല്ല ഒരു ബേസിക് ആയിട്ട് നല്ലൊരു പടമാണ്. ഇമോഷണൽ കണക്ട് ആവും. കണക്ട് ആവും. ഫാമിലിക്കൊക്കെ ഇഷ്ടപ്പെടുമല്ലേ? ഇഷ്ടപ്പെടും. കുഴപ്പമില്ലായിരുന്നു, കണ്ടിരിക്കാം. ഒരു എങ്ങനെ ഫീൽ ഗുഡ് റൊമാൻറ്റിക് ആണോ? കുറച്ച് ഫീൽ ഗുഡാണ്, റൊമാൻറ്റിക്. സ്റ്റോറി വെച്ചൊക്കെ നോക്കുകയാണെങ്കിൽ എങ്ങനെയുണ്ട്? വലിയ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയില്ല ഒരുപാട്. നോർമൽ സിനിമ പ്രതീക്ഷിച്ച് വന്നാൽ ഇഷ്ടപ്പെടുമോ ഫാമിലിക്കൊക്കെ? ഫാമിലിക്കൊക്കെ ഇഷ്ടം.